ആഴ്ചതോറും മാന്യ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലേക്ക് ശാലോം ടെലിവിഷനിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ പരിപാടിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചില പരിചിന്തനങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ വചനം അതെന്നും നവ്യമാണ്, പുതിയതാണ്. ഏതൊരു സാഹചര്യത്തിലും എത്ര വർഷം കഴിഞ്ഞിട്ടായാലും അതിന് നമ്മളോട് ചിലതൊക്കെ പറയുവാനുണ്ടാവും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വചനമായിരിക്കാം, പക്ഷേ ഇന്നും അത് പ്രസക്തമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയാണ് അത് എഴുതപ്പെട്ടത്. മനുഷ്യർ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യൻ്റേതായ പ്രത്യേകതകൾ ഉള്ളവർ തന്നെയായിരിക്കും. സാംസ്കാരികമായും സാമ്പത്തികമായൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിലും ഈ വചനം എന്നും പ്രസക്തമാണ്. പതിപോലെ ഇന്നും നമ്മൾ ചെയ്യുന്നത് ചില വചനങ്ങൾ എടുത്ത് നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാക്കുകയാണ്. ഇന്ന് ഞാൻ അതിനായി തിരഞ്ഞെടുത്തത് വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ്. 4-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്കതൊന്ന് വായിക്കാം. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഇത് ഈ പറഞ്ഞു വന്നത് എന്താണ്? നമ്മുടെ ചുറ്റുപാടും ഉള്ള മനുഷ്യർ പല കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ തൂത്തെറിയപ്പെടരുത്. നമ്മൾ ചിലപ്പോഴൊക്കെ മലയാളത്തിൽ നാടൻ ശൈലിയിൽ പറയാറുണ്ട്, കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ ചില നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടുന്നതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിശുദ്ധ അപ്പസ്തോലൻ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് മറ്റൊന്നുമല്ല, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ. നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടാകും, അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം നമ്മളെ തെറ്റിൽ ചാടിക്കാൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം വഞ്ചനയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്നവരായി പലരുണ്ടാകും. അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ലക്ഷ്യം, അവരുടെ ലാഭമായിരിക്കും. ഇത് നമ്മൾ ഒരുപക്ഷെ തുടക്കത്തിൽ തിരിച്ചറിയണമെന്നില്ല. കുറേ കഴിഞ്ഞ ശേഷമായിരിക്കും അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാവുക. അപ്പോഴേക്കും താമസിച്ചു പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ ഇവർ കൗശലപൂർവ്വം നടത്തുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ, കൗശലപൂർവ്വം നടത്തുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ, കൗശലപൂർവ്വം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വക്രതയാർന്ന ഉപദേശങ്ങൾ. ആ വക്രത എന്ന് പറഞ്ഞത് എന്താണ്? നേരെ വാ നേരെ പോ എന്നുള്ള ചിന്തയോട് കൂടിയതല്ല. അതിന് ചില വളവും തിരിവുമൊക്കെയുണ്ട്. അവിടെയൊക്കെ ചില മറ്റ് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ വക്രതയാർന്ന ഉപദേശങ്ങളിൽ നമ്മളെ വീഴിച്ച് അവരുടെ തെറ്റിനോടുകൂടി നമ്മളെയും ചേർത്ത്
ചില ലാഭങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നടത്തുന്ന വക്രതയാർന്ന കൗശലപൂർവ്വമുള്ള ഉപദേശങ്ങൾ. അതൊരു കാറ്റായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, വലിയൊരു കൊടുങ്കാറ്റ്. അതിൽപ്പെട്ട് നമ്മൾ ആടി ഉലയരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മളുടെയൊക്കെ സമൂഹങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലുമൊക്കെ ഇതിലൂടെ ഉണ്ടാകുന്ന എന്തെല്ലാം വിനകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവിനെയും പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അകറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ധാരാളം പേരുണ്ടാകും. യാതൊരു സംശയവും വേണ്ട. ചിലപ്പോൾ ഇതൊക്കെ അസൂയയുടെ പേരിലായിരിക്കും. ഈ അസൂയയുടെ പേരിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗശലപൂർവ്വം നമ്മളെ സഹായിക്കാൻ എന്ന ഭാവേന വക്രതയാർന്ന ഉപദേശവുമായി പലരും സമീപിക്കും. അപ്പോൾ നമ്മളാ കാറ്റിൽ ആടി ഉലയരുത്. ഭാര്യ ഭർത്താവിനെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം വിശ്വസിക്കരുത്. ഈ നിങ്ങൾ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടിയിട്ട് കുഞ്ഞുങ്ങളുമൊത്ത് കുടുംബത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയയുള്ളവരുണ്ടാകും. ഈ അസൂയയിൽ നിന്ന് അവർ നിങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കും. അതിലൂടെ അവരൊരു ഗൂഢസന്തോഷം കണ്ടെത്തും. ഈ അസൂയയും സ്വാർത്ഥ ലാഭങ്ങളുമൊക്കെയാണ് പല കാര്യങ്ങളുടെ, പല തിന്മകളുടെയും അടിസ്ഥാനമെന്ന് വചനം തന്നെ പറയുന്നുണ്ട്. മനുഷ്യരിലുള്ള അസൂയ, ഈ തരത്തിലുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങൾ, അതെല്ലാം മറ്റുള്ളവരെ നശിപ്പിക്കാൻ തന്നെ പറ്റുന്ന രീതിയിൽ ഉള്ള ചില സംസാരത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ നയിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഭാര്യ ഭർത്താവിനെക്കുറിച്ച്, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പലതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടെന്ന് വരും. അതൊന്നും സത്യമായിരിക്കണമെന്നില്ല. ആ പറയുന്നവരുടെയൊക്കെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വിവേകപൂർവം കേൾക്കുന്ന കാര്യങ്ങളെ പരിശോധിക്കാൻ തയ്യാറാവുകയും സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്യണം. ഇനി സത്യാവസ്ഥ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്ന നിർബന്ധമൊന്നുമില്ല. ചില അവസരങ്ങളിലെങ്കിലും എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ നല്ലവളാണ്, നല്ലവനാണ്, ഈ ചിന്തയോട് കൂടിയിട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വക്രതയാർന്ന ഉപദേശങ്ങളുമായിട്ട് കടന്നു വരുന്നവരെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ 15-ാം വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? പ്രത്യുത അങ്ങനെ നിങ്ങൾ ആടി ശിശുക്കളാകരുത്, തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. ഈ ശിശുക്കളാണ് പെട്ടെന്ന് എല്ലാം വിശ്വസിച്ച് തൂത്തെറിയപ്പെടുന്നത്. ശിശുക്കൾക്ക് കനമില്ലല്ലോ, അതുകൊണ്ടാണ് തൂത്തെറിയപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ വലിയ കാറ്റിൽ ശിശുക്കൾ തൂത്തെറിയപ്പെടാം. നമ്മളങ്ങനെ ആകരുത്. നമ്മൾ പക്വതയാർന്നവരാകണം. അതുകൊണ്ടാണ് 15-ാം വാക്യത്തിൽ വീണ്ടും വചനം പറയുന്നു, പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. നമ്മൾ ജീവിതത്തിൽ സത്യം തന്നെ പറയാവുള്ളൂ. സത്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. ഒരാളെ മുറിപ്പെടുത്തിക്കൊണ്ട് സത്യം പറയാൻ പറ്റും, സൗമ്യമായിട്ട് സത്യം പറയാൻ പറ്റും, സ്നേഹത്തിൽ സത്യം പറയാൻ പറ്റും. ഇവിടെ പൗലോസ് പറയുന്നത് സത്യം പറയുമ്പോഴും നമ്മൾ സ്നേഹം കൈവിടരുത്. സ്നേഹം കൈവിടാതെ നമ്മൾ കാര്യങ്ങൾ പറയുന്നു. അത് ആ വ്യക്തിയെ ദ്വേഷിച്ചുകൊണ്ടല്ല, പ്രത്യുത ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ശരിയല്ല എന്ന് പറയണം. ആ തെറ്റിനോട്, ശരിയല്ലാത്തതിനോട് നമ്മൾ നീക്കുപോക്ക് നടത്തേണ്ട കാര്യമൊന്നുമില്ല. തിന്മയെ നമ്മൾ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ഒന്നും സ്വീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ വെറുക്കുക തന്നെ ചെയ്യണം. തിന്മയെ ദ്വേഷിക്കുക തന്നെ വേണം, അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. അതേ സമയത്ത് മറ്റൊരാൾ ചെയ്യുന്ന തിന്മയെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതിയെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് സ്നേഹത്തിലായിരിക്കും. നമുക്ക് ആ സ്നേഹം വിട്ടുപോകരുത്. പകരം വീട്ടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ആ വ്യക്തി നന്നാകാൻ വേണ്ടിയിട്ട്, നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുക, സ്നേഹത്തിൽ പറയുക, സത്യം സ്നേഹത്തിൽ പറയുക.
ഞാനിത് പറയാൻ കാരണം ഇപ്പോഴൊക്കെ നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ചില കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എന്തേ നമുക്ക് ഈ സ്നേഹത്തിൽ സത്യം പറയാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ മാനിക്കാൻ കഴിയുന്നില്ല, നമ്മൾ അസത്യത്തോടും തിന്മയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല, അതേ സമയത്ത് ആ കാര്യങ്ങൾ ആരെയും വെറുക്കാതെ പറയാനായിട്ട് കഴിയും, യാതൊരു സംശയവും വേണ്ട, ആരെയും നമ്മൾ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും എഴുതുന്നത് യാതൊരു ഇത്തരത്തിലുള്ള ആ സാംസ്കാരിക ചിന്തകളും കൂടാതെയാണ്. ആരെക്കുറിച്ചും എന്തും പറയാവുന്ന അവസ്ഥ, എന്തും എഴുതിവിടുന്ന അവസ്ഥ, ഏതു തരത്തിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ. അത് തിന്മയാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ്. നിൻ്റെ സഹോദരനെ നീ ഭോഷ എന്ന് വിളിച്ചാൽ തീ നരകത്തിന് അർഹനാകും എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്ക് ആരെയും നീ ഭോഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വിധി പ്രസ്താവം നടത്താനായിട്ട് അവകാശമില്ല. പക്ഷേ നമുക്കറിയാം ഈ തിന്മ എല്ലായിടത്തുമുണ്ട്. ആ തിന്മയെ നമ്മൾ വെറുക്കണം. പക്ഷേ ആ വെറുപ്പ് പോലും പ്രകടിപ്പിക്കുന്ന രീതി അത് സ്നേഹത്തിലുള്ളതാകണം. ഈ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ തോന്നുന്നെങ്കിൽ അത് കുഴപ്പവുമില്ല. പക്ഷേ അത് നമ്മൾ മാന്യമായ ഒരു ഭാഷയിലായിരിക്കും. നമ്മളതിനെ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയും. ഞാനീ പറയുന്ന കാര്യത്തെക്കുറിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാം എന്നോട് ചേർന്നുള്ള അഭിപ്രായമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതേ സമയത്ത് നാളെ എന്നെ ഫോൺ വിളിച്ചിട്ട് ചീത്ത വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ല. ഞാൻ താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിക്കുന്നതെന്ന് പറയുന്നതിനൊരു കുഴപ്പമില്ല, എനിക്കതിനകത്ത് വിശ്വാസമില്ലെന്ന് പറയുന്നതിനൊരു കുഴപ്പവുമില്ല. അതേ സമയത്ത് തന്നെയൊക്കെ കണ്ടോളാം, താനൊക്കെ ഇങ്ങനെയുള്ള ആളല്ലേ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്കാണ് ഇന്ന് നമ്മൾ വളർന്നു വരുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങനെ അല്ലാതെയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും മുകളിൽ ആർക്കും ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അന്ന് ഈ പ്രിൻ്റ് മീഡിയ അച്ചടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുസ്തകങ്ങൾ. അതാർക്കെങ്കിലുമൊക്കെ നിയന്ത്രിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുസ്തകങ്ങൾ വളരെ അല്ലെങ്കിൽ അച്ചടി മാധ്യമം വളരെ ചെറിയൊരു റോളേ സമൂഹത്തിൽ നിർവഹിക്കുന്നുള്ളൂ. ഇതൊരു വലിയൊരു മീഡിയയുടെ മാധ്യമങ്ങളുടെ ഒരു വലിയ കാടാണ്. ഈ കാട്ടിൽ ആർക്കും ഒരു നിയന്ത്രണവുമില്ലാതെ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നത് ശരിയല്ല. കാരണം നമ്മൾ മീഡിയ ഉപയോഗിക്കേണ്ടത് സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ചാനലുകൾ, പ്രത്യേകിച്ച് വാർത്താ ചാനലുകളിലൂടെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, സത്യമാണോ എന്ന്. പലപ്പോഴും സത്യത്തെ വളച്ചൊടിച്ചിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. ഈ മീഡിയയുടെയൊക്കെ ദൗത്യം അതിൽ തന്നെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സത്യത്തെ അറിയിക്കുക, അത് വേണ്ട രീതിയിൽ അറിയിക്കുക, ഇതാണ് ഈ മാധ്യമങ്ങളുടെ മീഡിയയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള അഭിപ്രായ രൂപീകരണം നടത്താനായിട്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുക. നമുക്കറിയാം, ഇന്ന് അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ശരിക്കും ഈ സമൂഹത്തിലല്ല, എന്ന് പറഞ്ഞാൽ പുറമേയുള്ള സമൂഹത്തിലല്ല, ഇങ്ങനെയുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. മുൻപൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചേട്ടന്മാർ വൈകുന്നേരം ആകുമ്പോൾ അടുത്തുള്ള ചായക്കടയിൽ പോയിരുന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയും. ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ രൂപീകരണം നടന്നിരുന്നത് ഈ ചായക്കടകളിലാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ, യുവതലമുറയുടെ ഇടയിൽ അഭിപ്രായ രൂപീകരണം നടത്തുന്നത് ചായക്കടയിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലല്ല, പ്രത്യേക ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഇവയെ ഉപയോഗിക്കാനായിട്ട് കഴിയണം. സത്യസന്ധമായിട്ട് നമുക്ക് അവയെ ഉപയോഗിക്കാൻ കഴിയണം. അപ്പോഴാണത് മാനവരാശിയുടെ നന്മയ്ക്കായിട്ട്, പുരോഗതിക്കായിട്ട് ഉപയുക്തമാവുക. അതല്ലെങ്കിൽ
ഇതെല്ലാം കേവലം നശീകരണത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, അതിനൊരു സൊബ്രൈറ്റി, ഒരു മിതത്വം ഒക്കെ വേണം. ആരെക്കുറിച്ച് നമ്മൾ എന്തും എഴുതാവുന്ന രീതിയിലേക്ക് വരരുത്. അതുപോലെ നമുക്കറിയാം ഈ സറ്റയർ, ഹാസ്യമുണ്ട്. ഹാസ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് നമുക്കൊരു അതിര് വേണ്ടേ. നമുക്ക് എന്തും പറയാം, എങ്ങനെയും അവതരിപ്പിക്കാം ആരെയും എന്നുള്ള സ്ഥിതിയിലേക്ക് വരുന്നത് അതത്രയൊരു ഗുണകരമായ കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണ്? ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്കും അവരുടെ വ്യക്തി അവകാശങ്ങളുണ്ട്, അവർക്കും ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം നശിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ അതിനെ തിരികെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ പേരിൽ അടിപിടിയും വഴക്കുമൊക്കെ ഉണ്ടാകുന്നു. എന്നെക്കുറിച്ച് ശരിയല്ലാത്ത ഒരു വാർത്ത കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ, ഞാനൊരു ബിഷപ്പാണെന്നതിൻ്റെ പേരിൽ എന്നെ താറടിക്കാൻ വേണ്ടിയിട്ടൊരു വാർത്ത കൊടുത്തു കഴിയുമ്പോൾ അതിനെതിരെ കുറേ പേര് വേറെ പ്രതികരിക്കും. അപ്പോൾ നമുക്ക് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഈ സമൂഹത്തിൽ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവുക. അനീതിയുള്ളിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. നീതിയുള്ളിടത്തെ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നീതിയോട് കൂടിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു മാധ്യമ പ്രവർത്തനത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സമാധാനം ഉണ്ടാവുകയുള്ളൂ. സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് മത്സരമുണ്ട് ഈ മാധ്യമ രംഗത്ത്. പിടിച്ചു നിൽക്കണമെങ്കിൽ പരസ്യം വേണം, പരസ്യം വേണമെങ്കിൽ കാഴ്ചക്കാർ വേണം. അപ്പോൾ ഈ കാഴ്ചക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന വികൃതികളും വിപ്രാളങ്ങളും എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. സത്യമല്ലാത്ത വാർത്തകൾ കൊടുക്കുക. ഇപ്പോൾ ഒരു ബസ് അപകടം ഉണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് 100 പേര് മരിച്ചു. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഇല്ല 100 ഇല്ല 50 ഉള്ളൂ. വാസ്തവത്തിൽ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും റിപ്പോർട്ടർമാർക്ക് അവരുടെ ബ്യൂറോയിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ ഈ ബ്യൂറോയിലിരിക്കുന്നവരും ചിന്തിക്കുക, ഈ ചാനലിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അസത്യം നമ്മൾ പ്രചരിപ്പിക്കണമോ? എനിക്കൊരു അനുഭവം ഉണ്ടായിരിക്കൽ. ഒരിടത്തൊരു ബസ് അപകടം ഉണ്ടായി, പെട്ടെന്ന് തന്നെ വാർത്ത വന്നു ഏതാണ്ട് 90 പേര് മരിച്ചെന്നും പറഞ്ഞു. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വാർത്ത വന്ന് ആരും മരിച്ചിട്ടില്ല, അതിനകത്താകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ബസ് എവിടെയോ കേടായിട്ട് നന്നാക്കിക്കൊണ്ട് പോവുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ പിന്നീട് ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടെ കണ്ടപ്പോൾ ചോദിച്ചു, സുഹൃത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, എന്നിലുള്ള സമ്മർദ്ദം അത്രയുമാണ്. മറ്റ് ചാനലുകൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കണം, എങ്കിലേ വ്യൂവേഴ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. പിന്നീട് അതത്രയും ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇല്ലായിരുന്നു എന്ന് ക്ഷമയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഈ രീതിയിലുള്ള ഒരു അവതരണ ശൈലി. അതുപോലെ തന്നെ മറ്റൊന്നാണ് കൊലപാതകങ്ങൾ, മരണങ്ങൾ ഒക്കെ നടക്കുമ്പോൾ ഈ മരിച്ചവരുടെയും ഒക്കെ മൃതദേഹങ്ങളുടെ വളരെ ക്ലോസപ്പ് ആയിട്ടുള്ള ചിത്രങ്ങൾ, വിരൂപമായിട്ട് കിടക്കുന്നത്, വൈകൃതമായിട്ടുള്ള രൂപങ്ങൾ ദീർഘനേരം ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇത് കാണുന്ന ആ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ഉണ്ടാകുന്ന മനോവേദനയും ദുഃഖവും അതാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും? വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മാധ്യമപ്രവർത്തനത്തിൽ എപ്പോഴും ഒരു സ്വയം നിയന്ത്രണമുണ്ട്. ഒരിക്കലും അവർ ഈ അതിശയോക്തി കലർത്തി പറയുകയില്ല. അവർ 100 പേരെ ബസ് അപകടത്തിൽപ്പെട്ടു, 100 പേര് മരിച്ചെന്നൊക്കെ, അല്ലെ 100 പേര് അതിൽ ഉണ്ടായിരുന്നു, ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് തോന്നുന്നതെങ്കിലും അവരൊരിക്കലും മരിച്ചു എന്ന് പറയുകയില്ല. അതുപോലെ തന്നെ ഈ മരിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഈ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ ബന്ധുമിത്രങ്ങളുടെയും ഒക്കെ അവരുടെ മനോഭാവത്തെയും അവരുടെ ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരിക്കലും ഇങ്ങനെയുള്ള വിരൂപമായിട്ടുള്ള രൂപങ്ങൾ അവർ ടി വിയിൽ കാണിക്കുകയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടന്നു വരേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ അത് കാണുന്നവർക്ക്
അതിലുൾപ്പെടുന്നവർക്ക് പ്രയാസമുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു തരം റിപ്പോർട്ടിങ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്. അതായത് നമ്മൾ ഈ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ ഈ രംഗത്തും ചില മാന്യതയൊക്കെ പുലർത്തേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാകേണ്ടതുണ്ട്. എന്തുമേത് നമുക്ക് പറഞ്ഞു പിടിപ്പിക്കാമെന്ന് അത് ചിന്തിക്കുന്നത് ശരിയല്ല. നമ്മുടെ ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് നഷ്ടങ്ങളുണ്ടായെന്ന് വരാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം, പ്രമോഷൻ നഷ്ടപ്പെട്ടെന്ന് വരാം. എങ്കിലും അത് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കൊടുക്കേണ്ടുന്ന വിലയാണത്. പ്രത്യേകിച്ച് ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടി എനിക്ക് പറയണമെന്ന് തോന്നുകയാണ്. അത് മറ്റൊന്നുമല്ല, ദയവായിട്ട് നമുക്ക് ഇപ്രകാരമുള്ള ഈ മരണങ്ങളുടെയും ഒക്കെ ആ ക്ലോസപ്പ് ചിത്രങ്ങൾ കൊടുക്കാതിരിക്കാം. എന്തിനാണ് നമ്മളത് കൊടുക്കുന്നത്? അത് കൊടുത്തുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? അവരുടെ ബന്ധുക്കൾക്ക് എത്രയോ മനോവേദന നമ്മൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഈ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഒരു മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അയാളുടെ ആ മനോഭാവത്തെ അല്ലെങ്കിൽ ആ അവസ്ഥയൊന്നും മനസ്സിലാക്കാതെ വളരെ അനൗചിത്യത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, നേപ്പാളിൽ ആ എർത്ത്ക്വേക്ക്, അവിടെ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആ കുലുക്കത്തിലെല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് പെരുമാറിയത്. വളരെ യാതൊരു പരിഗണനയും കൂടാതെ അവിടെ എല്ലാം കയറി ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും വീഡിയോ എടുക്കുകയും അത് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലുൾപ്പെട്ടവരുടെ ദുഃഖം അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഒരുപാട് ചാനലുകാർ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വന്നു. പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കേണ്ട ഇതാണ്, നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം കേവലം ഈ ചാനലുകളെ നിലനിർത്തുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് നമ്മൾ സത്യം പറയുകയും ഈ സമൂഹത്തിന് കുറച്ചുകൂടി നന്മയുണ്ടാകത്തക്ക രീതിയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഈ ചാനലുകൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് സമാധാനം സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സത്യം പറയേണ്ടത് എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ കാര്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്, പക്വതയുള്ളവരാകണം. മാത്രമല്ല, നമ്മൾ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരുകയും ചെയ്യണം. നമ്മൾ വളരേണ്ടത് എങ്ങോട്ടാണ്? ക്രിസ്തുവിലേക്കാണ്. സത്യം തന്നെയായ ആ ക്രിസ്തുവിലേക്കാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനങ്ങൾ, ചാനൽ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ സത്യം തന്നെയായ ആ ക്രിസ്തുവിലേക്ക് വളരാനുള്ള ഒരു മാധ്യമമായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഏവർക്കും നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് അങ്ങ് നൽകിയിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇന്ന് ലോകത്തിൽ എവിടെ ഇരുന്നാലും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ സംഭവങ്ങളെയും അറിയത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള ഈ വലിയ കൃപ, ഈ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണേ കർത്താവേ. ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനങ്ങൾ എല്ലാം സത്യസന്ധമായി തീരുവാനായിട്ട്, ഈ സമൂഹത്തിലെ ശാന്തി സമാധാനവും പുലർത്തുവാനുള്ള ഉപകരണങ്ങളായി അവയെ മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര